ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗം ആളുകളെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 4ാമത്തെ വിഭാഗത്തെ പറ്റിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. 4ാമത്തെ വിഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുഷാഹിൻ. മുഷാഹിനാണ് 4ാമത്തെ വിഭാഗം. സ്വഹാബത്ത് വളരെ കൗതുകത്തോട് ചോദിച്ചു, നബിയെ, ആരാണ് മുഷാഹിൻ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, തന്റെ മുസ്ലിമായ സഹോദരനോട് ദുനിയവിയായ വിഷയത്തിൽ മൂന്നിലധികം ദിവസത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ്, പിണങ്ങിക്കഴിയുന്നവനാണ്. തന്റെ സഹോദരനോട് ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി 3ലധികം ദിവസം മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നവനാണ് മുഷാഹിൻ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. തന്റെ സഹോദരനോട് മനസ്സിൽ ദേഷ്യമുണ്ടായിരിക്കെ, തന്റെ സഹോദരനോട്, തന്റെ മുസ്ലിമായ കൂട്ടുകാരനോട്, അയൽവാസിയോട്, കുടുംബബന്ധവും അതല്ലാത്ത മറ്റ് എല്ലാ ചുറ്റുപാടുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അൽ മുഷാഹിൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. തന്റെ മുസ്ലിമായ സഹോദരനോട് മനസ്സിൽ പിണക്കമുണ്ടായിരിക്കെ, വിദ്വേഷമുണ്ടായിരിക്കെ, അസൂയ ഉണ്ടായിരിക്കെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരുന്നാൽ യാതൊരു ഫലവുമില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ഒരു ഹദീസിൽ നമ്മെ പഠിപ്പിച്ചു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അയ്യഹ്ജുറ അഖാഹുൽ മുസ്ലിമ. ഒരു മുസ്ലിമായ സഹോദരന് തന്റെ മുസ്ലിമായ മറ്റൊരു സഹോദരനോട് മിണ്ടാതിരിക്കൽ അനുവദനീയമല്ല. ഫൗഖ സലാസി ലയാലിൻ, 3 ദിവസത്തേക്കാൾ കൂടുതൽ, 3 ദിവസത്തേക്കാൾ കൂടുതൽ ഒരു സഹോദരനോടും ഒരു വ്യക്തിയോടും മിണ്ടാതിരിക്കാൻ പാടില്ലെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 ദിവസത്തിൽ ഒതുങ്ങണം നമ്മുടെ മനസ്സിൽ പ്രയാസം. ആരെങ്കിലുമായി തർക്കങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലുമായി വിദ്വേഷ സംസാരങ്ങൾ ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ ആ ദേഷ്യവും ആ കോപവും 3 ദിവസം വരെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. 1ാമത്തെ ദിവസത്തിൽ നാം ആ പ്രശ്നം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ മനസ്സ് അടങ്ങും. 2ാമത്തെ ദിവസം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും. 3ാമത്തെ ദിവസം എന്റെ പാവപ്പെട്ട കൂട്ടുകാരനല്ലേ, അവനോടൊന്ന് മിണ്ടണമെന്ന് തോന്നും. ഇങ്ങനെ 3 ദിവസം വരെ മിണ്ടാതിരിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്. 3 ദിവസത്തിന് അപ്പുറത്തേക്ക് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവന് മഹത്തായ ദുആക്ക് ഇജാബത്ത് ലഭിക്കില്ല, മഹത്തായ സദസ്സുകളിൽ കബൂലിയത്ത് ലഭിക്കില്ല. ശഅബാൻ 15ന്റെ രാവിൽ അവന് കബൂലിയത്ത് ഉണ്ടാകില്ല, ലൈലത്തുൽ ഖദർ ലഭിക്കില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയാ, തന്റെ സഹോദരനോട് 3ലധികം ദിവസം മിണ്ടാതിരുന്നുകൊണ്ട് അങ്ങനെ തന്നെ ആ മിണ്ടാട്ടത്തെ പരിഗണിക്കാതെ തിരിച്ച് അങ്ങോട്ട് പോയി മിണ്ടാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ കടക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അപ്പൊ നരകത്തിൽ കടക്കാൻ വരെ കാരണമാണ്, വളരെ ഗൗരവമാണ്. നാം ആലോചിക്കണം. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ പലരോടും നാം തർക്കിക്കുന്നുണ്ടാകും, ദേഷ്യം പിടിക്കുന്നുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ മിണ്ടാതിരിക്കുന്നുണ്ടാകും. അതൊരുപാട് നീണ്ടു കഴിഞ്ഞാൽ അതിൽ വലിയ ഗൗരവമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരോടും വിദ്വേഷം നമ്മുടെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല ഹൃദയമാണ് നമുക്ക് വേണ്ടത്. ആരോടും പിണക്കമില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത, ആരോടും പകയോ പോരോ അസൂയയോ ഇല്ലാത്ത നല്ല ഹൃദയത്തിന്റെ ഉടമകളായി നാം എന്ന് മാറുന്നോ അന്നാണ് റബ്ബിന്റെ കബൂലിയത്തും എല്ലാ ബറക്കത്തുകളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് നാം മനസ്സിലാക്കണം. നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചു, ലാ തബാഗു വലാ തഹാസദു വലാ തബാദറു. നിങ്ങൾ പരസ്പരം ദേഷ്യം പിടിക്കാൻ പാടില്ല, പരസ്പരം അസൂയ വെക്കാൻ പാടില്ല, പരസ്പരം തിരിഞ്ഞു നടക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആരാണോ ആദ്യം അങ്ങോട്ട് പോയി സലാം പറയുന്നവൻ അവനാണ് ഏറ്റവും ഖൈറ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അവനാണ് ഏറ്റവും കൂലി ലഭിക്കുന്നത്. 2 സഹോദരന്മാര് തമ്മിൽ മിണ്ടാതിരുന്ന് പിന്നെ 3 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് പോയി മിണ്ടി സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം പറഞ്ഞവനാണ് ഏറ്റവും പ്രതിഫലം. എന്റെ കൂട്ടുകാരൻ എന്നോട് ഇങ്ങോട്ട് സലാം പറഞ്ഞതല്ലേ എന്ന് കരുതി തിരിച്ചങ്ങോട്ട് സലാം മടക്കാൻ നാം തുനിഞ്ഞാലോ നമുക്കും ആ പ്രതിഫലം ലഭിക്കും. അതല്ല, ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടും അങ്ങോട്ട് മിണ്ടാൻ തയ്യാറല്ലെങ്കിൽ, ആ സലാം മടക്കാൻ തയ്യാറല്ലെങ്കിൽ, മുഖം തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ
നമുക്ക് വലിയ കുറ്റമുണ്ടെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഹൃദയമാണ് പരിശുദ്ധ റമദാനിൽ നാം നേടിയെടുക്കേണ്ടത്. ലൈലത്തുൽ ഖദറിന് വേണ്ടി ഇരിക്കുമ്പോ നാം ആരോടെങ്കിലും മിണ്ടാട്ടം മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്കം മാറ്റാനുള്ള സമയമായി എന്ന് നാം ആലോചിക്കണം. നല്ല കൽബാണ് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിക്കണം, എന്റെ താല്പര്യങ്ങൾക്ക് എല്ലാവരും വഴിപ്പെടണമെന്നത് ഒരിക്കലും സാധ്യമല്ല. ഞാൻ എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ മനസ്സിന്റെ ഉടമകളായി നാം മാറാൻ കഴിയണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങളെല്ലാം പരസ്പരം സഹോദരന്മാരാണ്. എല്ലാ മുഅ്മിനീങ്ങളും സഹോദരന്മാരാണ്. അതുകൊണ്ട് ഫഅസ്ലിഹു ബൈന അഖവൈകും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കണം, മസ്ലഹത്ത് ഉണ്ടാക്കണം, നല്ല ബന്ധം പുലർത്തണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പ്രിയമുള്ളവരെ, നമുക്കറിയാം മൂസാ നബി അലൈഹിസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ ചാരെ പോയിട്ട് ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ചു. റബ്ബ് പറഞ്ഞു, ഫിർഔനിന്റെ അടുത്ത് പോണം, ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, അവന്റെ കുഫ്രിയത്തിൽ നിന്ന് അവനെ സന്മാർഗത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞപ്പോ മൂസാ നബി ദുആ ചെയ്ത ദുആയുണ്ട്, റബ്ബിശ്റഹ് ലീ സ്വദ്രി, റബ്ബിശ്റഹ് ലീ സ്വദ്രി, റബ്ബേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നീ എനിക്ക് തരണേ അല്ലാഹ്, എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവരെല്ലാവരും എന്നെ ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് അവർക്ക് കൊടുക്കണം എന്നല്ല മൂസാ നബി ദുആ ചെയ്തത്. അവരെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുൻധാരണ ഇല്ലാതെ നല്ല നിലക്ക് അവരോട് സംസാരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാ സന്ദർഭങ്ങളും മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള നല്ല ഖൽബ് എനിക്ക് തരണേ അല്ലാഹ് എന്നാണ് മൂസാ നബി അലൈഹിസ്സലാം തങ്ങൾ ദുആ ചെയ്തത്. നാം ആലോചിക്കണം നമ്മുടെ ഖൽബിന്റെ വിശാലതയെ പറ്റിയിട്ട്. നമ്മുടെ അഭിപ്രായ വ്യത്യാസം നമ്മുടെ അഭിപ്രായവുമായി എതിരഭിപ്രായം തന്റെ സഹോദരൻ ഉണ്ടായാൽ അവരോട് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. നല്ല ഖൽബിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിയോട് പഠിപ്പിച്ചു, അലം നശ്റഹ് ലക സദറക്, നബിയേ അങ്ങയുടെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലയോ, അങ്ങയുടെ ഹൃദയത്തിൽ അതിവിശാലത നാം നൽകിയില്ലയോ. മറ്റൊരായത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അങ്ങയുടെ ഹൃദയം കാഠിന്യമുള്ളതായിരുന്നുവെങ്കിൽ, പരുക്കൻ സ്വഭാവമുള്ളതായിരുന്നുവെങ്കിൽ, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും എല്ലാവരെ അംഗീകരിക്കാനുമുള്ള നല്ല കൽബ് അങ്ങേയറ്റം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ എല്ലാവരും അങ്ങയെ തൊട്ട് ഓടിപ്പോകുമായിരുന്നു. ഇസ്ലാമിന്റെ നിലനിൽപ്പ് മുത്തുനബിയുടെ വിശാലമായ മനസ്സിലാണ്, മുത്തുനബിയുടെ വിശാലമായ ഇടപെടലുകളിലാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം നല്ല നിലയിലാക്കുകയും എല്ലാവരോടും നല്ല പെരുമാറ്റം പെരുമാറുകയും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുകയും ദീനിന്റെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാൻ നമുക്ക് കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരോടും പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അള്ളാഹു ആ ദുർഗതിയെത്തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. വിശാലമായ മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.